നമസ്കാരം. ഫുട്ബോൾ പിവറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ടേബിളിൽ ടോപ്പായി നിൽക്കാനായിട്ട് അതോ ടേബിൾ ടോപ്പിലോട്ട് പോകാനായിട്ടുള്ള അവസരം ആർസണൽ കളഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ എമിറേറ്റ്സിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു തോൽവി വഴങ്ങിയിരിക്കുകയാണ്. വെസ്റ്റ് ഹാം, ഡേവിഡ് ബോയ്സിൻ്റെ വെസ്റ്റ് ഹാം 2-0 എമിറേറ്റ്സിൽ വന്ന് ആർസണലിനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 70% പൊസഷൻ, 30 ഷോട്ട്, 8 ഓൺ ടാർഗറ്റ്, ഓൾമോസ്റ്റ് 700ഓളം പാസസ് കംപ്ലീറ്റ് ചെയ്തു. 677 പാസസോളം കംപ്ലീറ്റഡ്. എന്നിട്ടും ഒരു ഗോൾ പോലും അടിക്കാൻ പോകില്ല. ഒരു പ്രീമിയർ ലീഗ് റെക്കോർഡാണ്. 30 ഷോട്ടോളം എടുക്കുക. കൂടാതെ 77 ടച്ചസ് ഇൻസൈഡ് വെസ്റ്റ് ഹാംസ് പെനൽറ്റി ബോക്സ്. അത് പ്രീമിയർ ലീഗ് റെക്കോർഡാണ്. 77 ടച്ചസ് ഒപ്പോണൻസിൻ്റെ പെനൽറ്റി ബോക്സിൽ എടുത്തിട്ട് ഒരു ഗോൾ പോലും അടിക്കാത്ത പ്രീമിയർ ലീഗ് ചരിത്രത്തിൻ്റെ തന്നെ റെക്കോർഡാണത്. അതുമായിട്ടാണ് ആർസണൽ പോയിരിക്കുന്നത്. നമുക്കറിയാം ഡേവിഡ് മോയ്സിൻ്റെ വെസ്റ്റ് ഹാം ഫ്രസ്ട്രേറ്റിംഗ് ഫോർ ദ ഒപ്പോണൻസ് ആണ്. ഡിഫെൻസീവ്ലി ആണ്, സിറ്റ് ബാക്ക് ചെയ്യുന്ന കാര്യത്തിനാണെല്ലാം. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കുഡൂസ്, പക്വേറ്റ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺ ദ ബോൾ അബിലിറ്റി ഒക്കെ സൂപ്പർബാണ്. അവർക്ക് ഫീറ്റിൽ ബോൾ കംഫർട്ടായിട്ട് വെച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഡേവിഡ് മോയ്സിൻ്റെ സിസ്റ്റത്തിൽ അവരെ പക്കായിട്ട് തന്നെ പുള്ളി അഡാപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടീമായ വെസ്റ്റ് ഹാമിൽ എങ്ങനെ കറക്റ്റായിട്ട് അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വാർഡ് പ്രൗസ് ഒക്കെ പോലത്തെ പ്ലേസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഡേവിഡ് മോയ്സിന് അറിയാം. അതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നമ്മൾ ഈ സീസൺ വെസ്റ്റ് ഹാമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4-ാം മിനിറ്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഡിക്കാർഡിൻ്റെ ഒരു ബ്രില്യൻ വർക്കിൽ സാക്കയ്ക്ക് ഒരു ഷോട്ട് എടുക്കാൻ അവസരം കിട്ടുകയാണ്. നേരെ അരിയോളയുടെ കയ്യിലോട്ട് കൊടുക്കുക. അതിനുശേഷം ആർസണലിൻ്റെ ഡോമിനേഷനാണ്. വെസ്റ്റ് ഹാം ഒരു ആർസണൽ ബോക്സിലോട്ടോ ആർസണൽ ഡിഫൻഡേഴ്സിനോ ഒരു തലവേദനയും കൊടുക്കുന്നില്ല വെസ്റ്റ് ഹാമിൻ്റെ പ്ലേയേഴ്സ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു ബ്രേക്ക് വരികയാണ്. 13-ാം മിനിറ്റിലോ മറ്റോ 13-ാം മിനിറ്റിൽ ഒരു ബ്രേക്ക് വരുവാണ്. അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ക്രോസ് വരിക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും വെസ്റ്റ് ഹാമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ക്രോസ് വരികയാണ്. അവിടെ ബോൾ ബൗൺസ് ചെയ്ത് വെസ്റ്റ് ഹാം പ്ലെയറെ മിസ് ചെയ്യുന്നു. അതിനുശേഷം നേരെ വന്ന് സിഞ്ചങ്കോ അത് ക്ലിയർ ചെയ്യുന്നത് നേരെ ഗബ്രിയലിൻ്റെ ദേഹത്തോട്ട് തന്നെ ഇടിച്ചിട്ട് തിരിച്ച് ജസ്റ്റ് ഔട്ടിലോട്ട് പോവുകയാണ്. അത് ബോവൻ വന്ന് ചെത്തിയിട്ട് നമ്മുടെ സോച്ചക്കിന് ഇട്ട് കൊടുക്കുന്നു. സോച്ചക്ക് വന്ന് ഫിനിഷ് ചെയ്യുന്നു. വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു ഗോളാണ്. കാരണം ഈ സീസണിൽ ന്യൂകാസിലിനെതിരെയുള്ള മത്സരത്തിനും ബോൾ ലൈനിന് വെളിയിൽ പോയി എന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി ഉണ്ട്. ആർസണൽ ഓൾറെഡി ഒരു പണി കിട്ടിയതാണ്. ഇതായിപ്പോൾ അടുത്ത വീണ്ടും ഒരു കോൺട്രവേഴ്സി, സെയിം സിറ്റുവേഷൻ ഓൾമോസ്റ്റ്. ആ ബോൾ വെളിയിൽ പോയോ ഇല്ലയോ എന്ന് ഒരു കോൺക്രീറ്റ് ആയ ഒരു എവിഡൻസ് ഇല്ല. ക്യാമറ ആംഗിൾസിൽ നിന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. റഫറിയുടെ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോയി. അത് വാറാണെങ്കിൽ ഗോൾ അനുവദിക്കുകയാണ്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആർസണൽ ഫാൻസിൻ്റെയും അർട്ടേറ്റയുടെയും പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഫ്രസ്ട്രേഷൻ. കാരണം അത് ഇൻസൈഡ് ദ ലൈൻ ആണെന്നുള്ളതിൻ്റെ ക്ലിയർ എവിഡൻസും ഇല്ല, ഔട്ട്സൈഡ് ദ ലൈൻ ആണെന്നുള്ളതിൻ്റെ ക്ലിയർ എവിഡൻസ് ഇല്ല. റെഫറി ക്യാമറ ആംഗിൾസ് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഡിസിഷൻ പോയി. അത് ആർസണലിനെതിരെയായി. 2ാം തവണ ഈ സീസണിൽ വീണ്ടും ആർസണലിന് ആ ഒരു പണി കിട്ടുകയാണ്. അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഗോൾ ത്രൂ ഫ്രണ്ടിൽ പോവുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോകണം. വീണ്ടും ആർസണൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു. പക്ഷേ ആർസണലിൻ്റെ ഫ്രണ്ട് പ്ലേയേഴ്സ് ഒന്നും അധികം ഒരു ഫയർ അഥവാ ആ ഒരു ഡിറ്റർമിനേഷൻ കാണിക്കുന്നില്ല. ആർസണലിൻ്റെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്ത ഒരു മാച്ചും കൂടെ ആയിരുന്നു. അങ്ങനെ 30-ാം മിനിറ്റിന് അടുത്തായപ്പോഴേക്കും സാക്കയ്ക്ക് ഒരു നല്ല ഹെഡർ ചാൻസ് കിട്ടുകയാണ്. അത് ഹെഡ് ചെയ്യുന്നത് അരിയോളയുടെ ഒരു സൂപ്പർ സേവ് വരികയാണ്. അങ്ങനെ മുന്നോട്ട് വന്ന് വീണ്ടും ആർസണൽ ശ്രമിക്കുന്നു. അങ്ങനെ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് 40-41 മിനിറ്റിലോ മറ്റും സാക്കയുടെ ഒരു ഷോട്ട് ജസ്റ്റ് ബാറിയോണ ബീറ്റ് ചെയ്തു. പക്ഷേ അത് ബാറിൽ തട്ടിപ്പോവുകയാണ്. അങ്ങനെ എന്താ പറയുക, ലക്കും അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിനൊപ്പം ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. കൂടെ അരിയോളയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ത്രൂ ഔട്ട് ദ മാച്ച്. എടുത്തു പറയേണ്ടായിരുന്നു, അരിയോള വാസ് സൂപ്പർ. അങ്ങനെ കളി മുന്നോട്ട് പോകണം. അപ്പം ഈ ആർസണലിൻ്റെ വീക്ക്നെസ് ആയിട്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ എന്താ പറയുക, ഒരു പ്രൊളിഫിക് ഗോൾ സ്കോറർ ആ ടീമിലില്ല. അത് എടുത്ത് കാണിക്കുന്ന ഒരു കളിയായിരുന്നു. ഇവാൻ ടോണിയൊക്കെ പോലത്തെ പ്ലെയറിന് വേണ്ടി എന്തുകൊണ്ട് ആർസണൽ പോകുന്നു എന്നുള്ളത് ക്ലിയർലി നമുക്ക് കാണാം. പറ്റുവാണെങ്കിൽ ഇവാൻ ടോണിനെ ആർസണൽ ലാസ്റ്റ് വിൻ്റർ ട്രാൻസ്ഫറിൻ്റെ കാണിച്ചൊരു മണ്ടത്തരം കാണിക്കാതെ ഇപ്പോൾ അവരുടെ ടൈറ്റിൽ റേസിലാണ്. കൈവിട്ട് പോവാതിരിക്കാനായിട്ട് സൈനിങ്സ് കറക്റ്റായിട്ട് നടത്തുക. ശരിയാണ്, ഒസിമൻ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് അഡീഷൻ. പക്ഷേ ഒസിമനൊക്കെ വേണ്ടി ജാനുവരി പോകുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ദ ബെസ്റ്റ് നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ഇവാൻ ടോണി. റൈറ്റ് പ്രൈസിന് കൊടുക്കുമെന്ന് ബ്രെൻഫോർഡ് അറിയിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരു പ്രീമിയം എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമായിരിക്കും. പേ ചെയ്ത് എടുക്കുക. മേ ബി അതായിരിക്കും നിങ്ങളെ ടൈറ്റിലോട്ട് ആർസണലിനെ നയിക്കുന്നത്. ആൻഡ് ഒരു ടാർഗറ്റ് മാൻ അഥവാ ഒരു പ്രൊളിഫിക് ഗോൾ സ്കോറർ ഈ ടീമിൽ ഇല്ലാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇന്നലെ കാണാറുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹെഡേഴ്സ്. സെക്കൻഡ് ഹാഫിലൊക്കെ ജീസസിന് കിട്ടിയ, അതിലൂടെ ഞാൻ പറയാം, സാക്കയ്ക്കാണ് കിട്ടിയ അവസരങ്ങൾ. ഫസ്റ്റ് ഹാഫിലൊക്കെ ഹെഡേഴ്സ് ഒരു പ്രൊളിഫിക് നാച്ചുറൽ നമ്പർ 9 ഐ ഫോർ എ ഗോൾ. ആ ഒരു ഫിസിക്കൽ പ്രസൻസ്, നമുക്കറിയാം ആർസണലിൽ ഫിസിക്കൽ പ്രസൻസ് ധാരാളം ലാക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട് ത്രീയിലൊക്കെ കാര്യത്തിലാണ്. ഇവൻ മിഡ്ഫീൽഡിലാണെങ്കിലും ടു ആൻ എക്സ്റ്റെൻറ്റ്.
അപ്പം ആ ഒരു മേ ബി ഇന്നലെ ഹാവേർട്സിനെ എടുത്ത് മിസ് ചെയ്തൊരു മാച്ചാണ്. മേ ബി ഹാവേർട്സിൻ്റെ ആ റൺസ് ഇൻസൈഡ് ദ ബോക്സ് നടത്തുമ്പോൾ ആ ക്രോസസ് ഒക്കെ വരികയാണെങ്കിൽ ആർസണൽ ടീമിലെ എന്നാ ക്രോസസിനും മറ്റുമൊക്കെ ഏറ്റവും ഡേഞ്ചർ ഹാവേർട്സ് ആണ്. സോ ഇന്നലെ ട്രൊസാർഡിനെയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം അർട്ടേറ്റ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ ഒരു ഗോൾ സ്കോറർ ആയിരിക്കണം, അത് ആ ഒരു ഐ4 ഗോളുള്ള പ്ലെയർ ആയിരിക്കണം എന്നൊരു വാശിയുണ്ട്. സോ ഹാവേർട്സ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് അതിൽ സൂപ്പർബായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. 4 ഗോൾസോളം അതേ സീസൺ സ്കോർ ചെയ്തു. അപ്പം ഇന്നലെ ട്രൊസാർഡിനെ പിടിച്ചാണ് അവിടെ ഇറക്കി. ഹാവേർട്സിനെ ഇന്നലെ ടു ആൻ എക്സ്റ്റെൻഡ് നോക്കുകയാണെങ്കിൽ മിസ് ചെയ്തു, എസ്പെഷ്യലി ക്രോസസും മറ്റുമൊക്കെ ബോക്സ് മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവാൻ ടോണിയൊക്കെ പോലത്തെ ഒരു സ്ട്രൈക്കറിന് വേണ്ടി എന്തുകൊണ്ട് ആർസണൽ പോകണമെന്ന് ക്ലിയർ ആയിട്ട് എടുത്തു കാണിച്ചൊരു മാച്ചായിരുന്നു. അപ്പം സെക്കൻഡ് ഹാഫിലോട്ട് സോ അതിന് മുമ്പ് എടുത്തു പറയേണ്ട കാര്യം ആർസണലിൻ്റെ ടോപ്പ് സ്കോറേഴ്സ് ഈ വർഷം സാക്കയാണ് 5 ഗോള്, എൻകത്തിയേക്കും 5-4 ഗോള്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹാവേർട്സിന് 4 ഗോള്. സോ ജീസസ് ഒക്കെ 3 ഗോളൊക്കെ ഉള്ളൂ സീസണിൽ. മാർട്ടിനെലി ഒട്ടും കമ്പയർ ടു ലാസ്റ്റ് സീസൺ അധികം ഫോമിലല്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർസണൽ ഓവറോൾ ലിവർപൂളിനേക്കാളും 2 ഗോൾ കുറവും, അതുപോലെ തന്നെ ടോട്ടനാമിനേക്കാളും 1 ഗോൾ കൂടുതലും അടിച്ചിട്ടുണ്ട്. പക്ഷേ ലിവർപൂളിൽ സാല 10+ ഗോൾസ്, സൺ ഇപ്പുറത്ത് 10+ ഗോൾസ്. സോ അവിടെ എല്ലാം ഒരു ഗോൾ സ്കോർ ഉണ്ട്. സോ ആർസണലിൽ ഗോൾസ് സ്പ്ലിറ്റ് ചെയ്യുവാണ് ഓൾ അക്രോസ് ദ ടീം. അത് നല്ലതാണ്. പക്ഷേ ഒരു ടൈറ്റിലോട്ട് പോകുമ്പോഴോ അഥവാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ടീമിൽ വേണ്ടത് ഒരു പ്രൊളിഫിക് ഗോൾ സ്കോറാണ്. സോ സംതിങ് ഔട്ട് ഓഫ് നത്തിങ് ഒരു ഗോൾ വരും, അഥവാ ഒരു ഹാഫ് ചാൻസ് വന്നാലും കൺവേർട്ട് ചെയ്യുക. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ജീസസ് ഒക്കെ അടിപൊളി പ്ലെയറാണ്, പക്ഷേ പുള്ളി ഒരു പ്രൊളിഫിക് ഗോൾ സ്കോർ അല്ല, പുള്ളി ഒരു ടാർഗറ്റ് മാൻ അല്ല, പുള്ളി ഒരു എന്നാ പറയുക ഒരു നാച്ചുറൽ നമ്പർ 9 അല്ല. സോ സെക്കൻഡ് ഹാഫ് അത് ക്ലിയർലി എവിഡൻ്റ് ആയ ഒരു ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് കളി പോവുകയാണ്, വീണ്ടും ആർസണൽ ശ്രമിക്കുകയാണ്. പക്ഷേ 55 മിനിറ്റിന് മുമ്പ് 55 മിനിറ്റിന് മുമ്പ് വീണ്ടും ഒരു കോർണർ കിട്ടുകയാണ്. സോ വാർഡ് പ്രൗസിൻ്റെ 6ാമത്തെ അസിസ്റ്റ്. സോ വാർഡ് പ്രൗസിനെ കുറിച്ച് ഇയാൻ റൈറ്റ് ഒക്കെ പോസ്റ്റ് മാച്ച് പറഞ്ഞത് എന്നാ പറയുക, ഒരു ഡേവിഡ് ബെക്കാമിഷ് ടൈപ്പ് ഓഫ് ഡെലിവറീസ് കൊടുക്കുന്ന ആളാണ്. സോ ഡേവിഡ് ബെക്കാമുമായിട്ടൊക്കെ ഇയാൻ റൈറ്റ് കമ്പയർ ചെയ്യുകയുണ്ട് അദ്ദേഹത്തിൻ്റെ ഡെലിവറീസിൻ്റെ ഒക്കെ കാര്യത്തിൽ, സെറ്റ് പീസസിൻ്റെ കാര്യത്തിൽ. സോ അത് ഒരു ഡൗട്ടും ഇല്ല, വാർഡ് പ്രൗസിൻ്റെ സെറ്റ് പീസസ് ഒക്കെ വേറെ ലെവലാണ്. നമുക്കറിയാം വെസ്റ്റ് ഈ ടീം സെറ്റ് പീസസിലും കൗണ്ടേഴ്സിനും വാർഡ് പ്രോസ് ഒക്കെ പോലത്തെ പ്ലേയേഴ്സിൻ്റെ ലോങ് ബോൾ ഡെലിവറീസിലൊക്കെ ഹ്യൂജ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമാണ്. സോ ഒരു അടിപൊളി ഫ്രീ കിക്ക്, അത് 1.5 ഫ്രീ കിക്ക്. സോ എക്സ് ആർസണൽ ഡിഫൻഡറായ മവറപ്പാനോസിൻ്റെ ഒരു ഹെഡർ, അത് ഗോളായി മാറുകയാണ്. സോ 2-0 ലീഡ് എടുത്തിരിക്കുകയാണ്. സോ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഡെക്ലൻ റൈസിനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബായ വെസ്റ്റ് ഹാം സ്വീകരിക്കും, ഡെക്ലൻ റൈസ് ഒരു അടിപൊളി പെർഫോമൻസ് പുറത്തെടുക്കുമോ നോക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് അപ്പുറത്ത് സീക്രട്ട്ലി മറ്റൊരു എക്സ്റ്റാറും ആർസണലിനെതിരെ വരുന്നുണ്ട്. മവറപ്പാനോസ് മുമ്പത്തെ ഒരു ആർസണൽ പ്ലെയറാണ്. സോ പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ഡെക്ലൻ റൈസിനേക്കാൾ ഔട്ട്ഷൈൻ ചെയ്തത് ആർസണൽ. ഡിഫെൻസീവ്ലി പുള്ളി സൂപ്പറായിരുന്നു, ഇന്നലെ ഒരു ഗോളും സ്കോർ ചെയ്തു. സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. കളി മുന്നോട്ട് പോകുമ്പോഴേക്കും അടുപ്പിച്ച് 63 മിനിറ്റിലും 65 മിനിറ്റിലും 2 സുഖം ഹെഡർ ചാൻസുകൾ, എസ്പെഷ്യലി ആ 65th മിനിറ്റിലെ ഓപ്പൺ ഗോൾ ഹെഡർ ചാൻസ് ഗബ്രിയൽ ജീസസ് മിസ് ചെയ്തത്. ഐ കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. പുള്ളിയെപ്പോൾ ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ അതൊക്കെ മിസ് ചെയ്യാതെ അവിടെയൊക്കെയാണ് ഒരു നാച്ചുറൽ നമ്പർ 9-ൻ്റെയൊക്കെ അഭാവം കാണുന്നത്. ബോക്സിലോട്ട് റൺസ് നടത്തുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രൊസാർഡിൻ്റെ ഒരു ഷോട്ട് അറിയോള സേവ് ചെയ്യുന്നു. സോ അറിയോള ഇന്നലെ വേറെ ലെവലായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ഒരു പെർഫോമൻസിൽ ഓവറോൾ എല്ലാവരും ആർസണലിലെ എല്ലാ പ്ലേയേഴ്സും ഒരു പടി താഴെയായിരുന്നു ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്. അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം മേ ബി ഒഡിഗാർഡ് ത്രൂ ആണ് ആർസണൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 90% ചാൻസ് ഉള്ളത് ഒഡിഗാർഡ് ത്രൂ ആയിരുന്നു. ഒഡിഗാർഡ് ആയിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒഡിഗാർഡ് വാസ് ട്രൈങ്. ഒഡിഗാർഡിൻ്റെ പാസസ് ആണെങ്കിലും ഒഡിഗാർഡ് ഓൺ ദ ബോൾ ആണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു. സോ അദ്ദേഹമായിരുന്നു ഇന്നലെ പ്രോബ്ലം ആർസണലിൻ്റെ മോസ്റ്റ് എന്താ പറയുക എഫിഷ്യൻറ്റ് പ്ലെയർ എന്ന് പറയാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും കളി മുന്നോട്ട് പോകുന്നു. ആർസണൽ ട്രൈ ചെയ്യുന്നു, ചാൻസസ് കിട്ടുന്നുണ്ട്. അവർ ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് എടുക്കുന്നു. സോ 90th മിനിറ്റിലോട്ട് വരുന്നു, അവിടെ ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് ഒഡിഗാർഡ് എടുക്കുന്നു. അത് അറിയോളെ വീണ്ടും ഒരു അടിപൊളി സേവ് ചെയ്യുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോകെ 95 മിനിറ്റിൽ ആഡോൺ ടൈമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ ഡെക്ലൻ റൈസ് ഒരു ഫൗൾ കൺസീഡ് ചെയ്യുകയാണ്. അത് മേ ബി ഡെക്ലൻ റൈസ് ഫേവറേറ്റ്സ് ആയിരുന്നു, പക്ഷേ ആൾ ആ ബോളിലോട്ട് എടുക്കുന്നതിന് മുമ്പ് ആളൊന്ന് സ്ലിപ്പായി. സോ അതൊരു എക്സ്ട്രാ ടൈം വെസ്റ്റ് ഹാം പ്ലെയറിന് കൊടുത്ത് ആൾക്കാണെങ്കിൽ ആ ഒരു ചാലഞ്ച് ചെയ്യേണ്ടി വന്നു. അത് ക്ലിയർ പെനൽറ്റി, ഒരു ഡൗട്ടും ഇല്ല. സോ സ്ലിപ്പായത് ഡെക്ലൻ റൈസിനെ അലട്ടി എന്ന് പറയാം. സോ ആ ഒരു മാച്ചിൽ ഇന്നലെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഡെക്ലൻ റൈസ് വേഴ്സ് പെർഫോമർ ഒന്നും അല്ലായിരുന്നു. ആ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്തു. പക്ഷേ കൺസിഡറിങ് ദ അതർ മാച്ചസ് ഡെക്ലൻ റൈസിൻ്റെ പ്രോബബ്ലി ഈ സീസണിൽ ഏതാ വൺ ഓഫ് ദ ബാഡ് പെർഫോമൻസ്, ഇഫ് നോട്ട് ദ ബാഡ് പെർഫോമൻസ് പറയാം. പക്ഷേ ആൾ മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഓവറോൾ ഗെയിമിൽ കളിച്ചു നന്നായിട്ട്. ഒരു മിസ്റ്റേക്സോ പുവർ ടച്ചസോ അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ അതേ മറ്റ് മാച്ചസിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം ഡൗൺ ആയിരുന്നു. ഒരു പെനൽറ്റിയും കൺസീഡ് ചെയ്തു. ആ വെസ്റ്റ് ഹാം ഫാൻസൊക്കെ ആ സിറ്റുവേഷനിലൊക്കെ വളരെ ചാൻഡൊക്കെ ചെയ്യുന്നുണ്ട് ഡെക്ലൻ റൈസിനെ. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൻറാമ പെനൽറ്റി എടുക്കുകയാണ്, അത് മിസ്സാവുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ നോക്കുക 3-0 ജയിക്കേണ്ട കളിയായിരുന്നു. അത്
നമ്മൾ നോക്കുകയാണെങ്കിൽ 2-0 പെനൽറ്റി മിസ് ചെയ്ത് വലുതായിട്ട് അഫക്റ്റ് ചെയ്തില്ല. മെയിൻ ഗോൾ ഡിഫറൻസ് വല്ലല്ല സീസൺ അവസാനം വന്നാൽ പണി കിട്ടിയാലേ ഉള്ളൂ. സോ ഈ ഒരു വിജയത്തോടുകൂടി 6ാം സ്ഥാനത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഹാം കയറിയിരിക്കുകയാണ്. ആർസണൽ 40 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്താണ്. 42 പോയിന്റുമായിട്ട് ലിവർപൂളാണ് 1ാം സ്ഥാനത്ത് 19 മാച്ചസ് ചെയ്തു. അവിടെ സിറ്റി 18 മാച്ചസേ ആയിട്ടുള്ളൂ, 37 സോ അവരുടെ ഗെയിം ഇൻ ഹാൻഡ് ജയിക്കുവാണെങ്കിൽ 40 പോയിന്റായും ആർസണലുമായിട്ട് ലെവലാവും. സോ മാഞ്ചസ്റ്റർ സിറ്റി എവർട്ടനെതിരെയുള്ള ഒരു മാച്ചിൽ മേ ബി അവരൊരു റണ്ണിന് പോകാനായിട്ടുള്ള എല്ലാ ചാൻസസും കാണിക്കുന്നുണ്ട്. സോ ആർസണൽ സൈനിങ്സ് ജാനുവരി നടത്തി ഒരു പക്കയാക്കി ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സിറ്റി മിക്കവാറും റണ്ണിന് പോകുന്ന ചാൻസ് എല്ലാം കാണുന്നുള്ളൂ. സിറ്റി ജാനുവരിയിൽ അഡീഷൻസ് നടത്തുമെന്നും പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാവും സിറ്റിയുടെ കാര്യത്തിൽ. സിറ്റിയുടെ റണ്ണ് പൂട്ടാനായിട്ട് ലിവർപൂളിനും ആർസണലിനും പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ആർസണലിൻ്റെ മാച്ചിനെ കുറിച്ച് പറഞ്ഞപ്പം ഇന്നലെ ഹാവേർട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലിയർ നമ്പർ 9 വേണ്ട ഒരു അവസരം വന്നു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിൻചെങ്കോ ഈസ് ബിക്കമിങ് എ ലൈബിലിറ്റി വെൻ ഇറ്റ്സ് കം ടു ഡിഫെൻഡിങ്. ആർസണൽ ഈ സീസൺ കൺസീഡ് ചെയ്ത ഗോൾസ് എല്ലാം എടുത്തു നോക്കുക. സിൻചെങ്കോയുടെ പാർട്ട് ഹ്യൂജാണ്. സിൻചെങ്കോയുടെ എന്നാ പറയുക ലാക്ക് ഓഫ് ഡിഫെൻസീവ് അവയർനെസ് തുറന്ന് കാട്ടുന്ന ഒരു മത്സരമാണ്. സോ ടോമിയാസുനും ടിംബറിനെ ആർസണൽ ബാഡ്ലി മിസ് ചെയ്യുന്നുണ്ട്. ഈ സീസണിൽ കപ്പ് അടിക്കണമെങ്കിൽ നമ്പർ ഇവാൻ ടോണി പോലത്തെ ഒരു സ്ട്രൈക്കർ വരുന്ന കൂടാതെ സിൻചെങ്കോനെ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ അഥവാ സിൻചെങ്കോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസ് നടത്തുന്ന ഒരു പ്ലെയറായി മാറും. ടോമിയാസുവോ അല്ലെങ്കിൽ ടിംബർ എത്രയും പെട്ടെന്ന് വരേണ്ടത്. ഇഞ്ചറിമാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ എന്നാലും ഡിലേ ആവുമെന്ന് കേൾക്കുന്നു. അവിടെ ഒരു ലെഫ്റ്റ് ബാക്ക് ആ ഒരു റോളിൽ അവിടെ സിൻചെങ്കോ ഇസ് എ ലൈബിലിറ്റി വെൻ ഇറ്റ്സ് കം ടു ഡിഫെൻഡിങ്. ശരിയാണ്, ആൾ ഇൻവേർട്ട് ചെയ്ത് ഈ വീക്കർ ഒപ്പോണൻസിനൊക്കെ എതിരെ വളരെ യൂസ്ഫുൾ ആണ്. ഈവൻ ബിഗ് ഒപ്പോണൻസിനെതിരെയൊക്കെ ആണല്ലോ ആൾ സൂപ്പർബാണ്. ആ ഒരു ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനൊക്കെ ആണെങ്കിലും സൂപ്പർബാണ്, വേഴ്സറ്റൈൽ പ്ലെയറൊക്കെയാണ്. പക്ഷേ നമുക്കറിയാം ഡിഫൻസ് വിൻസ് ടൈറ്റിൽ. സോ ക്യാൻസെല്ലോയും സിൻചെങ്കോയും രണ്ടുപേരും സിറ്റി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിറ്റി ശരിയാണ് ലീഗ് അടിക്കുമായിരുന്നു, വേറെ സ്ട്രോങ് ടീം. പക്ഷേ നമുക്കറിയാം സിൻചെങ്കോനെയും അതുപോലെ തന്നെ ക്യാൻസെലോനെയും അവരുടെ ഓൺ ദ ബോൾ അബിലിറ്റിയും ഇൻവേർട്ട് ചെയ്ത് കളിക്കാനുള്ള കപ്പാസിറ്റി എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ പെപ് ഗോർഡിയോള പോലത്തെ ഒരു ടോപ്പ് കോച്ച് രണ്ടുപേരെ ടീമിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഒരു മടിയും കാണിച്ചില്ല. കാരണം ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് മെയിൻ. അവിടെ വന്നിട്ട് ഡിഫെൻസീവ്ലി ആൾ സോളിഡ് ആക്കി. അത് തന്നെയാണ് ഇപ്പോൾ ആർസണലിനെ ബാക്ക് ഫയർ ചെയ്യുന്നത്. ഇന്നലത്തെ സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു ക്ലിയറൻസിൻ്റെ മേ ബി അത് മിസ്റ്റേക്കാണ്, അതെ പോട്ടെന്ന് വെക്കാം. അവിടെ ഗബ്രിയേൽ വന്നു, അത് പോട്ടെ. കൂടാതെ ലാസ്റ്റ് വീക്ക് ലിവർപൂളിനെതിരെയുള്ള മിസ്റ്റേക്ക്. കൂടാതെ മിക്ക മാച്ചസിലും ആളെ ഡിഫെൻസീവ്ലി ഈസി ആയിട്ട് ബീറ്റണ പോവാണ്, ഈസി ആയിട്ട്. സോ സിൻചെങ്കോ ഈസ് എ ഡിഫെൻസീവ് ലൈബിലിറ്റി. ഇഫ് ആർസണൽ നീഡ്സ് ടു വിൻ ദ ടൈറ്റിൽ അവർ ആ ഒരു ഏരിയ ഡിഫെൻസീവ്ലി സോളിഡ് ആക്കിയേ പറ്റും. ശരിയാണ്, അറ്റാക്കിംഗ് ആസ്പെക്ട്സിൽ ചിലപ്പം കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ അത് ആർസണലിൻ്റെ ഫ്രണ്ടിൽ ആ മിഡ്ഫീൽഡിൽ ആവശ്യത്തിന് അധികം അറ്റാക്കിംഗ് ആസ്പെക്ട്സ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. സോ ഇന്നലെ ഹാവേർട്സിനെ മിസ് ചെയ്തു. നമുക്കറിയാം പലീനയായിട്ട് വീണ്ടും ആർസണൽ ലിങ്ക്സ് കാണിക്കുന്നുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ടി പോകുന്നതായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ദർ പ്രയോറിറ്റി ഷുഡ് ബി എ സ്ട്രൈക്കർ ഓർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. കാരണം പലീനയെ സൈൻ ചെയ്താലും പുള്ളി ബെഞ്ചിലിരിക്കാൻ പോകുന്നത്. കാരണം ഒഡിഗാർഡ്, റൈസ് ആൻഡ് ഹാവേർട്സ് വിൽ ബി ദ മിഡ്ഫീൽഡർ. കാരണം അർട്ടേറ്റ ഈസ് ഒബ്സസ്ഡ് വിത്ത് എ ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡ് ആൻഡ് ഹാവേർട്സ് ലാസ്റ്റ് ഫ്യൂ പെർഫോമൻസ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് പുള്ളിയെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇന്നലെ ആണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ജോർജിനോ അവൈലബിൾ ആയിരുന്നു ബെഞ്ചിൽ, കുറെ എലനി അവൈലബിൾ ആയിരുന്നു, അവരെല്ലാം സ്മിത്രോ അവൈലബിൾ ആയിരുന്നു. എല്ലാവരും ബെഞ്ചിലെത്തിയിട്ട് ഹി സ്റ്റാർട്ടഡ് ട്രൊസാർഡ് ഇൻ മിഡ്ഫീൽഡ്. സോ ഒരു ഗോൾ സ്കോററിനെ ആവശ്യപ്പെടുന്നുണ്ട് ടീമിൽ ഇൻ മിഡ്ഫീൽഡ്. അത് ഡിമാൻഡിങ് ആണ്, അത് അർട്ടേറ്റ മാറ്റുമെന്ന് തോന്നുന്നില്ല. സോ ദ ബെസ്റ്റ് തിങ് ഫോർ ആർസണൽ വിൽ ബി സൈനിങ് എ സ്ട്രൈക്കർ ആൻഡ് ഹോപ്പ് തോമിയാസു ഓർ ടിംബർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. ഡിഫൻസീവ്ലി ടീം എങ്ങനെയും സോളിഡ് ആക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യം മസ്റ്റാണ് ടീമിന്. അല്ലെങ്കിൽ ഈവൻ അവിടെ കിവിയോറിനെ ട്രൈ ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കിവിയോർ ഡിഫൻസീവ്ലി അത്ര ബിഗ് മാച്ചസിൽ തോന്നുന്നില്ല ഇതെടുത്ത് നിൽക്കുമെന്ന്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. ആർസണൽ ടൈറ്റിൽ റേസിലുണ്ടോ അതോ ആർസണൽ ഇന്നലത്തെ തോൽവിയോടുകൂടി പതുക്കെ ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്തു പോകുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഐ തിങ്ക് സ്റ്റിൽ ആർസണൽ, ലിവർപൂൾ ആൻഡ് സിറ്റി ഇവർ 3 പേരും ടൈറ്റിൽ റേസിൽ തന്നെയുണ്ട്. ബട്ട് സിറ്റിയുടെ എവർട്ടനെതിരെയുള്ള കംബാക്ക് എന്തിൻ്റെയോ സൂചനയായിട്ട് തോന്നുന്നുണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ അതിന് മുന്നോട്ട് വന്ന്. ഡിബ്രൂവിനെ തിരിച്ചു വരികയാണ്, ജാനുവരിയിൽ അവിടെ അഡീഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നു. നമുക്ക് നോക്കാം കാര്യങ്ങൾ അതിന് മുന്നോട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും